SFI DYFI സംസ്ഥാന സെക്രട്ടറി, തൃപ്പൂണിത്തുറ MLA തുടങ്ങിയ ചുമതലകളും പദവികളും ഉണ്ടായിരുന്ന കാലത്തേക്കാൾ എം സ്വരാജ് ശ്രദ്ധിക്കപ്പെട്ടത് 2-3 വിഷയങ്ങളിലൂടെയാണ്. ആദ്യത്തേത് മലബാർ കലാപത്തെ തുടർന്ന് ഉയർന്നു വന്ന ചർച്ചയാണ്. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമല്ല എന്ന് ചരിത്ര കൗൺസിൽ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ സാംസ്കാരിക ചർച്ച നയിച്ചവരിൽ ഒരാളായിരുന്നു എം സ്വരാജ്. ആ സമരത്തിന്റെ നേതാക്കളിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അവരുടെ പങ്കാളിത്തം വിവരിച്ച് സ്വരാജ് നയിച്ച ചർച്ചകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. രണ്ടാമത്തേത് ബാബറി മസ്ജിദിലെ കോടതി വിധിയിൽ നടത്തിയ പരാമർശം. നിഷ്കളങ്കരെ, മറിച്ചൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന ആ ചോദ്യം ഉണ്ടാക്കിയ അല ഇപ്പോഴുമുണ്ട്. മൂന്നാമത്തേത് പലസ്തീന് വേണ്ടി സമീപകാലത്ത് നയിച്ച ചർച്ചകളാണ്. എല്ലാ വിഷയത്തിലും പാർട്ടി ലൈനിൽ സംസാരിക്കുന്ന എം സ്വരാജ് ഈ 3 വിഷയങ്ങളിൽ മറ്റൊരു കീഴ്വഴക്കത്തിനും തുടക്കമിട്ടു. പാർട്ടി ലൈൻ തന്നെ ഏറ്റവും തെളിച്ചത്തോടെ വരച്ചിട്ടത് കുറിക്കുകൊള്ളുന്ന ആ വാക്കുകളായിരുന്നു. ആ പ്രയോഗങ്ങളാണ് പിന്നീട് CPIM നേതാക്കൾ മറ്റു വേദികളിൽ ആവർത്തിച്ചത്.